നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. പൂയം നക്ഷത്രക്കാരുടെ വേഴമാറ്റത്തെ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. 2026 6 മാസം 2 തീയതി വേഴഗ്രഹം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ വേഴം 1ലും 2ലുമായിട്ടാണ് വേഴഗ്രഹത്തിൻ്റെ സഞ്ചാരം. അപ്പോൾ 2026 6 മാസം 2 തീയതി മുതൽ 2026 10 മാസം വരെ വേഴൻ കർക്കിടകം രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിൽ വരും. വീണ്ടും 2026 27 ജനുവരി മുതൽ കർക്കിടക രാശിയിലേക്ക് മാറി വരും. പിന്നെ 2027 6 മാസം 26 തീയതി വരെ കർക്കിടകൻ രാശി തന്നെ ഉണ്ടാവും, അതിനുശേഷം മാറും. അപ്പോൾ ആ വേഴൻ നമുക്ക് 1ലും 2ലും സഞ്ചരിക്കുന്ന ഈ കാലഘട്ടം ഈ പൂയം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് നേടാൻ പറ്റാത്ത പല കാര്യങ്ങളും നേടി ജയിക്കുന്ന സമയമാണ്. അപ്പോൾ വേഴം 1ലും 2ലും ഒക്കെ നിൽക്കും. വേഴം എന്ന് വെച്ചാൽ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വേഴൻ. നല്ല ഗ്രഹമാണെന്ന് പറയും. ഏത് ദോഷത്തെ മാറ്റാനും വേഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പറ്റുമെന്നാണ്. സർവേശ്വരാണാം ഗുരു എന്നാണ്. സർവ ഈശ്വര ചൈതന്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രഹമാണ് വേഴൻ. ആ വേഴൻ നമുക്ക് അനുകൂലിച്ച് സഞ്ചരിക്കുന്ന സമയമാണ്. നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടും. വേഴൻ ദീശയിൽ പുത്രാംഗ സൗഖ്യം സുരഗുരു എന്നാണ്. പുത്രസൗഖ്യം കിട്ടും. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവും. കൂടാതെ സുഖസ്ഥിതി, ജയ, ആരോഗ്യാർത്ഥ സമ്പത്ത്, സുഖസ്ഥിതി, മനസ്സിനും ശരീരത്തിനുമൊക്കെ സുഖം കിട്ടും. ജയ, എല്ലാ കാര്യത്തിനും വിജയം കിട്ടും. ആരോഗ്യ, അർത്ഥസമ്പത്ത്, രോഗവിപത്തുക്കളൊക്കെ മാറി, അസുഖങ്ങൾ മാറി ആരോഗ്യം കിട്ടും. അർത്ഥസമ്പത്ത്, സാമ്പത്തിക നേട്ടങ്ങളും കീർത്തിയും വിശേഷ ലബ്ധി എന്ന് വെച്ചാൽ കാശ് കൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും ഒരിക്കലും നേടാൻ പറ്റാത്തതും ദൈവികം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നിരുന്ന വീട്, വസ്തു, കെട്ടിടം, വാഹനം, വിദ്യ, ഉന്നത ഉദ്യോഗം, അധികാരം, പ്രതാപം, കീർത്തി, ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് പോലും വലിയ നേട്ടങ്ങൾ, അതേപോലെ ബിസിനസ്സിൽ ഏജൻസി, കോൺട്രാക്ട്, ഇതിലൊക്കെ നല്ല സാമ്പത്തിക ഉയർച്ച, ഒരു തൊഴിലാളി മുതലാളിയെപ്പോലെ ജീവിത നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന സാഹചര്യം. പൂയം നക്ഷത്രക്കാർ കൂടുതൽ ആത്മീക ദൈവിക കാര്യങ്ങളൊക്കെ നടത്തുന്നവരാണ്. ജ്യോത്സ്യന്മാരും മന്ത്രവാദിമാരെ പോലെ ഭക്തി, ദൈവികം, മതാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അതുകൊണ്ട് പുണ്യസ്ഥലങ്ങൾ ദർശിക്കാൻ, പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ, അതേപോലെ നമുക്ക് ഈ പറയുന്ന കാശി, രാമേശ്വരം, കൈലാസം മുതലായിരിക്കുന്ന വിശിഷ്ടമായ സ്ഥലങ്ങളിൽ പോകാനും ഹജ്ജിന് പോകാനും അതേപോലെ പല തരത്തിലുള്ള ഈശ്വര അനുഗ്രഹങ്ങൾ കിട്ടാനും ജപങ്ങളും തപങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റാനും ഒക്കെ തോന്നുന്നതും ആശ്രമങ്ങളും അമ്പലങ്ങളും ദേവാലയങ്ങളും ഒക്കെ പുനരുദ്ധരിക്കാനുള്ള താല്പര്യവും യോഗമൊക്കെ ഉള്ള സമയം. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും സിദ്ധിക്കപ്പെടുന്ന സമയമാണ്. അപ്പം അതുകൊണ്ട് ദൈവികപരമായ ചെറിയ പ്രാർത്ഥനകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും കിട്ടും. ഞങ്ങൾ എത്ര വലിയ മിടുക്കരായിരുന്നാലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിരുന്നാലും നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ ഏറ്റവും ടോപ്പിലെത്താൻ പറ്റും. എല്ലാ വലിയ വലിയ കഴിവുകളുണ്ടെങ്കിലും ഹീറോ ആയിട്ട് പിന്നെ സീറോ ആയി പോകുന്ന പലവരെയും നമുക്ക് കാണാൻ പറ്റും. ഹീറോ ആയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർ ആവണം, സ്റ്റാറായാൽ സൂപ്പർ സ്റ്റാർ ആവണം. അങ്ങനെ നിങ്ങൾക്ക് സ്റ്റാറും സൂപ്പർ സ്റ്റാറും ആവണമെങ്കിൽ ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ നേടാനുള്ള പരിശ്രമങ്ങൾ ചെയ്യണം. അത് നമ്മൾ ജനിച്ച രാശിയിൽ വേഴൻ ഉച്ചസ്ഥിതനായിട്ടാണ് വരുന്നതെന്ന് പറയും. അപ്പോൾ ഈ സ്വച്ഛസ്ഥിതേ ദേവഗുരു ഭൃഗൂർവ ചന്ദ്രേണ യുക്തായിതി ലഗ്ന സംസ്ഥ പ്രീതിം വദേ ദേവജന സമസ്താൻ പക്ഷേണ ലാഭസ്യ ചതുഷ്പദാനാം എന്നാണ്. സ്വച്ഛസ്ഥിതി, സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ ദേവഗുരുവായ വേഴനോ ഭൃഗു ശുക്രനോ വരിക. ചന്ദ്രേണ യുക്ത, ചന്ദ്രൻ്റെ രാശിയിലാണ് വേഴം വരുന്നത്. അതാണ് ചന്ദ്രനുമായിട്ടുള്ള ബന്ധം. ഇത് ലഗ്ന സംസ്ഥ, ലഗ്നം എന്ന് വെച്ചാൽ ഒന്നാമത്തെ രാജോരേത് ലഗ്നം എന്നാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഹോര എന്ന് പറയുന്നതും ഒന്ന് ലഗ്നമാണ്. അപ്പം നമുക്ക് ലഗ്ന സംസ്ഥ ലഗ്നാധിപനുമായിട്ട് വരെയൊക്കെ ചെയ്ത പ്രീതിം വദേ, പ്രീതി കൊണ്ടെന്ന് പറയണം. ആരപ്രീതി? സമസ്ത ജനങ്ങളുടെയും സമസ്ത ദേവന്മാരുടെയും
പ്രീതി കിട്ടുമെന്നാണ് അപ്പം എല്ലാവരുടെയും വിരോധമൊക്കെ മാറി നമ്മളുടെ സ്നേഹം കിട്ടി, അധികാരം കിട്ടി, രാഷ്ട്രീയം, പൊതുപ്രവർത്തനം, വലിയ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്ക് നല്ല സ്ഥാനമാനങ്ങളൊക്കെ കിട്ടി, നല്ല പ്രൊമോഷൻ കിട്ടി, സാലറി കിട്ടി, മെച്ചം കിട്ടി, അവർ വലിയ പദവിയിലേക്ക് എത്തപ്പെടാനുള്ള യോഗമുണ്ട്. പഠിക്കാനും എന്തെങ്കിലും കാര്യം നേടണമെന്ന് ആഗ്രഹിക്കുന്നുള്ളവർ ഈ സമയത്ത് ചെറിയ ഒരു പ്രവൃത്തി ചെയ്താൽ, ചെറിയൊരു പ്രയത്നം ചെയ്താൽ വലിയ നേട്ടങ്ങൾ കിട്ടും. വിവാഹവും സന്താന സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജോലിയൊക്കെ കിട്ടുന്ന സമയം. അതുകൊണ്ട് പഠിക്കുന്ന ആൾക്കാർ പഠിക്കുന്ന തെറ്റല്ല, നമുക്ക് പഠനം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ പഠിക്കാതെ നിങ്ങൾക്കൊരു ജോലി കിട്ടിയാൽ നിങ്ങൾ പഠിക്കുന്ന എന്തിനു വേണ്ടിയാണ്? എല്ലാത്തിലും പല പല വിഷയങ്ങളിലും ബിരുദം, ബിരുദാനന്തര ബിരുദം, ഡോക്ടറേറ്റ് ഒക്കെ എടുക്കാം. പക്ഷേ നിങ്ങൾ പഠിക്കുന്ന എന്തിന്? ജോലിക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ജോലി കിട്ടാൻ യോഗമുള്ള സമയം. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കി അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി റിക്രൂട്ട്മെൻറ്റ് ബോർഡുകൾ, ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂ, ഇതിനൊക്കെ നിങ്ങൾ പോവുകയും അതേപോലെ ഒരു ക്യാമ്പസ് ഇൻ്റർവ്യൂ തന്നെ സെലക്ഷൻ കിട്ടുകയൊക്കെ ചെയ്താൽ കളയരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ നേട്ടങ്ങൾക്കുള്ള ഒരു വഴിത്തിരിവായിട്ട് കണക്കാക്കും. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാൻ പോയിട്ടുള്ളവർക്ക് ഒരു ആശ്വാസമാണ്. അവിടെ നല്ല ജോലി കിട്ടാനും അവിടെ രാജ്യത്താകുമ്പോഴേക്ക് നമുക്ക് അവിടെ ഉള്ള സിറ്റിസൺഷിപ്പ് കിട്ടാനും അതേപോലെ PR കിട്ടാനും അവിടുത്തെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ വിജയങ്ങൾ കിട്ടാനും ചെറിയ ജോലിയിൽ നിന്ന് വലിയ ജോലി കിട്ടാനും ഒക്കെ തന്നെ നമുക്ക് അവസരങ്ങൾ ഒത്തുവരുന്ന സമയമാണ്. നമ്മളെ നാട്ടിലാണെങ്കിലും നല്ല ജോലിയും പൈസയും കിട്ടും. പഠിക്കാൻ വേണ്ടി ജോലിക്ക് വേണ്ടി ഇപ്പോൾ വിദേശത്ത് തന്നെ പോകണമെന്നില്ല. ഒരു പക്ഷേ നമുക്ക് അവിടെ പോയി പഠിച്ചാൽ നമുക്ക് കൂടുതൽ ജീവിത നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുമെന്നുള്ള ചിന്ത വേണ്ട. കാരണം നമ്മൾ ആലോചിച്ചറിയാൻ പറ്റും, വിദേശത്തൊക്കെ പോയവരും പഠിച്ചവരും ജോലി ചെയ്യണവരും ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരൊക്കെ നമ്മളെ ബന്ധുവർഗത്തിലും സമൂഹത്തിലും നമ്മളെ അയൽവക്കത്തും നാട്ടിലും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഗതി നോക്കുമ്പോൾ ഒരുപാട് പൈസ ചിലവാക്കിയാണ് അവർ ഓരോന്ന് പഠിച്ചിട്ട് അവിടെയും ഒരു ഗതിയില്ല, ഇവിടെ ഒരു ഗതിയില്ലാതെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ പൈസ കൊടുക്കാതെ ഇവിടെ തന്നെ നിങ്ങൾക്ക് പിടിച്ചു പറ്റാൻ പറ്റുമെങ്കിൽ അത് കുടുംബക്കാരോട് ചെയ്യുന്ന, അച്ഛനമ്മമാരോട് ചെയ്യുന്ന വലിയ ഒരു ഉപകാരം ആയിരിക്കും. കാരണം മക്കൾക്ക് പഠിക്കണമെന്ന് തോന്നുമ്പോൾ അച്ഛനമ്മമാരെല്ലാം എഴുതി വെച്ച് അവർ ഇത്രയും കാലം ഉണ്ടാക്കിയ പൈസ അത്രയും മക്കൾക്ക് വേണ്ടി ചിലവാക്കണം. എന്തിനു വേണ്ടി? പഠിക്കാൻ വേണ്ടി, ഒരു ജോലി കിട്ടാൻ വേണ്ടി കൊടുക്കുന്നതല്ല. അതേപോലെയാണ് ജോലി കിട്ടാൻ കൊടുത്താൽ പോലും നമുക്കിപ്പോൾ ജോലി കിട്ടാത്തൊരു ഒരുപാട് നമ്മളെ നാട്ടിലുമുണ്ട്. അപ്പോൾ ഇത് ജ്യോത്സ്യന്മാർ പറഞ്ഞ് പറ്റിക്കുന്നതല്ല, പല ആൾക്കാരും പറ്റിച്ച് പലവരുടെയും ജീവിതം തകർന്നു പോയതാണ്. അപ്പം അതുകൊണ്ട് ഈ സമൂഹത്തിൽ നിന്ന്, ഈ കുരുക്കിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടിക്കാനും നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾക്ക് വേണ്ട സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാനും പറ്റുന്ന ഒരവസരമാണ് വേഴം ഒന്ന് നിൽക്കുന്നത്. പിന്നെ 2 അടുത്ത് വരാൻ പോകുന്നത്. 2 പറഞ്ഞാൽ എന്താണ്? വിദ്യയും കുടുംബവും ദാനവുമാണ്. അതുകൊണ്ട് നമുക്ക് വിദ്യ കിട്ടും, അത് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചാൽ കൊള്ളാം. വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ വിദ്യാലയവും വിദ്യാഭ്യാസ മേഖലകളിലും കിട്ടേണ്ടുന്ന എല്ലാ ഗുണങ്ങളും അതിൻ്റെ സ്ഥാപനത്തിൻ്റെ ഉടമകൾക്കും അതിന് പ്രവർത്തിക്കുന്ന അധ്യാപകർക്കും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ വിദ്യാ നേട്ടങ്ങൾ കിട്ടുന്ന സമയമാണ്. കുടുംബം എന്ന് വെച്ചാൽ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ എല്ലാം ചേർന്നതാണ്. നല്ല കുടുംബവും ബന്ധങ്ങളും സ്നേഹങ്ങളും കിട്ടും, ധനം കിട്ടും, ഇഷ്ടംപോലെ പൈസയൊക്കെ കിട്ടുക. യോഗമുള്ള സമയത്ത് നമ്മളതിന് പ്രവർത്തിച്ചാലേ പറ്റൂ. ഇവിടെ ഒന്ന് ജ്യോത്സ്യർ ജോലി കിട്ടുമെന്ന് പറഞ്ഞാലോ വിവാഹം നടക്കുമെന്ന് പറഞ്ഞാലോ അതിന് പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരമുണ്ട്, നല്ല ഒരു രീതിയാണ്. ഇപ്പോൾ മഴ സീസണാണ്, നിങ്ങളൊരു വാഴ വച്ചാൽ ഒരു കൃഷി ചെയ്താൽ നിങ്ങൾക്കത് നേട്ടം കിട്ടുമെന്ന് പറഞ്ഞു തരണതേ ഉള്ളൂ. അത് പിന്നെ നിങ്ങൾ ചെയ്താലല്ലേ നമുക്കത് ഗുണം കിട്ടും, പഠിച്ചാലല്ലേ പറ്റൂ, ഒരു പരീക്ഷ എഴുതിയാലല്ലേ പറ്റൂ. അല്ലാതെ നമ്മൾ വലിയ മിടുക്കരാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരിക്കലും ഒരു ജോലി കിട്ടാൻ പോകണില്ല. അപ്പം അതിനുള്ള ചെറിയ പ്രയത്നങ്ങൾ കൊണ്ട് വലിയ നേട്ടങ്ങളും നമുക്ക് കിട്ടുന്ന സമയം, ഈശ്വരാനുഗ്രഹവും ധാരാളം നിൽക്കുന്ന സമയം, ഈശ്വരനെ അനുകൂലിക്കുന്ന സമയം നമുക്ക് എന്ത് കാര്യത്തിലും നേടാൻ പറ്റും. ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കർണനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. കറണ്ടുള്ളപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും ചെയ്താൽ അത് വിജയിച്ച് നേടാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ മിക്സി, ഗ്രൈൻഡർ, ഫ്രിഡ്ജ്, AC എല്ലാം ഉണ്ട്. കറണ്ട് ഇല്ലെങ്കിൽ ഒരു ഗുണവും ഇല്ലാത്തതുപോലെയാണ് ഈശ്വരൻ്റെ അനുഗ്രഹം ഇല്ലാത്തവർക്ക്. കഴിവുകൾ അമിതമായിട്ടുണ്ടെങ്കിലും ഭാഗ്യങ്ങളില്ലാത്തവരെ പോലെ വിഷമിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ ഭജിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ കൊള്ളാം. പുതിയ തലമുറയും കുറച്ച് ആത്മീക ദൈവിക കാര്യാദികൾ
ഓടുകൂടി പ്രവർത്തിച്ച അവർക്ക് നല്ല ബുദ്ധിയും ശക്തിയും അറിവും കഴിവും ഒക്കെ ഉണ്ടായി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സർവ്വ നേട്ടങ്ങളും കിട്ടും. ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. കാരണം പല ജാതകങ്ങളും പരിശോധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പറയണതാണ്. പലവർക്ക് ഈശ്വരാനുഗ്രഹമില്ല, ഭാഗ്യമില്ല, കുടുംബദേവന്മാരുടെ പ്രീതിക്കുറവ്, ഇങ്ങനെയൊക്കെയുള്ള കുറവുകൾ, കുടുംബദോഷങ്ങളൊക്കെ കൊണ്ടുള്ള വിഷമതകളൊക്കെ വരണവർക്കാണ് ഒരുപാട് കഴിവുണ്ടെങ്കിലും ഭാഗ്യം കിട്ടാതെ പോകണം. അതുകൊണ്ട് ഭാഗ്യം നമുക്കൊരു പ്രധാന ഘടകമാണ്. ഭാഗ്യം കിട്ടണമെങ്കിൽ ഈശ്വരനെ കാണണം. അപ്പോൾ ഭാഗ്യം ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യണം? നമ്മളെ വീട്ടിൽ കറണ്ടില്ല, അല്ലെങ്കിൽ നാട്ടിൽ കറണ്ടില്ല, നമ്മളൊരു ജനറേറ്റർ വെച്ച് കറണ്ട് ഉണ്ടാക്കുന്നത് പോലെയാണ് ഭാഗ്യം കിട്ടാൻ വേണ്ടി നമ്മൾ ഭഗവാനെ ഭജിക്കുന്നത്. ഗണപതി പൂജയും ഭഗവതി പൂജയും മൃത്യുഞ്ജയവും ഐശ്വര്യ പൂജയും ശത്രു സംഹാര പൂജയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശരിയായ ഗുണങ്ങളും സന്തോഷജനകമായ അഭിവൃദ്ധികളും സ്ഥാന മാന അംഗീകാരങ്ങളും എല്ലാം നമ്മളെ തേടിയെത്തും. നമ്മൾ സീറോയിൽ നിന്നും ഹീറോ ആയിട്ട് തന്നെ രക്ഷപ്പെടാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ കാലഭൈരവ സ്വാമിയെ ഭജിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ നാട്ടിൻ്റെയും ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി പഴയ കാലം മുതലേ, പൂർവിക കാലം മുതലേ ഭജിക്കുന്ന ദേവനാണ് കാലഭൈരവൻ. അപ്പോൾ കാലഭൈരവ സ്വാമിയെ ഭജിച്ചാൽ നമുക്ക് തടസ്സങ്ങൾ, വിഷമതകൾ, ശത്രുതകൾ, അസുഖങ്ങളൊക്കെ മാറി നമുക്ക് നല്ലത് വരും. നിങ്ങൾക്ക് എല്ലാ അമാവാസി തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ കാലഭൈരവ സ്വാമി ക്ഷേത്രം തുറന്നിരിക്കും. നിങ്ങൾക്ക് വഴിപാടുകളും പൂജകളും ചെയ്യാൻ ആഗ്രഹമുള്ള ഭക്തജനങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. ഈ വേഴമാറ്റം നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ മെച്ചങ്ങളും നേട്ടങ്ങളും കിട്ടും. ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പഴം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് തന്നെ ദോഷങ്ങൾ മാറിക്കിട്ടാനും വലിയ നേട്ടങ്ങളും അഭിവൃദ്ധികളും കിട്ടാനും സാധ്യതയുള്ള സമയമാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് കാലഭൈരവ സ്വാമിയോടും ശ്രീ പത്മനാഭ സ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.